സമയം പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ഇന്ന് കർഷകരുടെ മഹാപഞ്ചായത്ത് നടക്കുകയാണ്. ഖനൌരി അതിർത്തിയിൽ രാവിലെ 10 മണിക്കാണ് മഹാപഞ്ചായത്ത് നടക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം പേർ പങ്കെടുക്കും എന്നാണ് കർഷക നേതാക്കൾ അവകാശപ്പെടുന്നത്. ദില്ലി ചലോ മാർച്ച് പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ഈ കർഷക പഞ്ചായത്തിലുണ്ടാകും. അതേസമയം കർഷക നേതാവ് ജഗദീപ് സിംഗ് ദല്ലേവാളിന്റെ നിരാഹാര സമരം 40ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കേന്ദ്രം ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങണം എന്ന നിലപാടിൽ ആണ് കർഷകർ. കിരൺ ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ ബാബു, ഗുഡ് മോർണിംഗ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം പ്രക്ഷുബ്ധമായ രാജ്യ തലസ്ഥാനം, അതിനൊരു ഇടവേളയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കർഷക സമരം കൂടുതൽ കരുത്താർജിക്കുന്നു. നേരത്തെ നമുക്കറിയാം, കർഷകരെ പലതവണ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അതിനുശേഷമാണ് വിവാദമായ ബില്ലൊക്കെ പിൻവലിച്ചത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ മുഖം തിരിക്കുന്നത്? കർഷകരുടെ നിലപാട്, ഏത് തരത്തിൽ സമരം ശക്തിപ്പെടുത്തുക എന്നതാണ് കർഷകരുടെ നീക്കം. അഭിലാഷെ, കർഷക സമരത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ദിവസമാണിന്ന്. നവംബർ 26-നാണ് ജഗദീപ് സിംഗ് ദല്ലേവാൾ നിരാഹാര സമരം ആരംഭിച്ചത്. അതിന്ന് 40 ദിവസം തികയുകയാണ്. അദ്ദേഹം തന്നെ വൈകാരികമായി കർഷകർക്ക് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എല്ലാ കർഷകരും ഇതിൽ അണിനിരക്കണം, ഇത് വലിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, തനിക്ക് നിങ്ങളെല്ലാം കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്നടക്കം. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരാണ് ഇന്ന് ഈ മഹാപഞ്ചായത്തിലേക്ക് എത്തുന്നത്. കർഷക സമരത്തോട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും മുഖം തിരിച്ചു നിൽക്കുകയാണ് എന്നുള്ളൊരു മനോഭാവം കർഷകർക്കടക്കമുണ്ട്. നേരത്തെ അടക്കം അത്തരം ചർച്ചകൾക്കൊക്കെ സർക്കാർ തയ്യാറായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചർച്ചകൾക്കടക്കം തയ്യാറാകുന്നില്ല. പഞ്ചാബ് സർക്കാരും ഈ കാര്യത്തിൽ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. പഞ്ചാബിലെ കൃഷിമന്ത്രി, കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് കഴിഞ്ഞ ദിവസം ഒരു കത്തെഴുതിയിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയിരിക്കുന്നത്. ഈ അതിർത്തിയിലെ വലിയൊരു ലോറി യാർഡായിരുന്നു പഞ്ചാബിലൊക്കെ. ലോറി യാർഡ് ഏക്കറുകൾ കണക്കിന് വരുന്ന ലോറി യാർഡാണ്. അത്രത്തോളം വിശാലമായ ഒരു മൈതാനമാണ്. അതും അവിടെ മുഴുവൻ ടെന്റുകൾ അടിച്ച് ആ ടെന്റുകളിൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് കർഷകർ അവിടെ തന്നെ ഉണ്ട്. ഈ കർഷകർക്ക് പിന്തുണയുമായി വിവിധ ആളുകളും മറ്റാളുകളും ഒക്കെ എത്തുന്നുണ്ട്. കർഷകർക്ക് ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുക, അവർക്ക് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ അതെല്ലാം എത്തിച്ചുകൊണ്ട് മറ്റാളുകളും ഒക്കെ കർഷക സമരത്തിന് പിന്തുണയുമായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു തോതിൽ അവിടെ ഒരു ജനക്കൂട്ടം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ, വെളുപ്പിനെ മുതൽ തന്നെ നിരവധി കർഷകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ നിയന്ത്രണത്തിന് അതീതമായി തന്നെ അതിൽ കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത്രയേറെ കർഷകർ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സമരത്തെ നിയന്ത്രിക്കുക പഞ്ചാബ് സർക്കാരിനടക്കം പ്രയാസമാവും. അത് മറ്റു തരത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചാബ് സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻകൂട്ടി തന്നെ കത്തെഴുതിയത്. ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മധ്യസ്ഥനായി നിന്നുകൊണ്ട് പഞ്ചാബിലെ മുൻ DGP നരീന്ദർ ഭാർഗവ് കഴിഞ്ഞ പല തവണയായി കർഷക നേതാക്കളുമായി അനൌദ്യോഗികമായ ചില ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. ദല്ലേവാളുമായും കഴിഞ്ഞ ദിവസം അദ്ദേഹം അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ചർച്ചയുടെ ഫലം എന്താണ് എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമപരമായി നടപ്പാക്കുക എന്നുള്ള പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കർഷകർ തുടർച്ചയായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം തന്നെ ഈ ഫെബ്രുവരിയിൽ ആരംഭിച്ച സമരമാണ്. അന്ന് മുതൽ കർഷകർ ചെറുതും വലുതുമായ സമരങ്ങൾ, തുടർ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ ദില്ലി ചലോ മാർച്ച് നടത്താൻ 2 തവണ കർഷകർ തീരുമാനിക്കുകയും മാർച്ച് തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും അത് അന്ന് പോലീസ് തടഞ്ഞതിനെ തുടർന്ന്, അന്ന് അക്രമം ഉണ്ടായതിനെ തുടർന്ന് കർഷകർ തന്നെ മാർച്ച് നിർത്തിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അത്തരത്തിൽ എന്താണ് സമരത്തിന് തുടർ നടപടികൾ, അത്തരം തീരുമാനങ്ങളും ഇന്നത്തെ ഈ മഹാപഞ്ചായത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർഷകർ അവരുടെ സമര പരിപാടികളുടെ ഭാവി പ്രഖ്യാപനവും കൂടി ഇന്ന് ഉണ്ടായേക്കും, അല്ലെങ്കിൽ തീരുമാനങ്ങളെങ്കിലും ഇന്നുണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അതേസമയം ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. ഡൽഹിയിലും അയൽ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞാണ് ഉള്ളത്. 10 ഡിഗ്രി സെൽഷ്യസ് ആണ് രാവിലെ ഡൽഹിയിലെ താപനില. ജനുവരി 8 വരെ ഈ സാഹചര്യം തുടരുമെന്നാണ് അറിയിപ്പ്. ശക്തമായ മഞ്ഞുവീഴ്ച ട്രെയിൻ, വ്യോമ ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ വായു മലിനീകരണവും അതിരൂക്ഷമാണ്. ഗുണനിലവാര സൂചിക അതീവ മോശം കാറ്റഗറിയിലുമാണ്.